ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ബിറ്റിക്കറ്റ് തിരിച്ചു വന്നിട്ടുള്ളത്. അതായത് ബിറ്റിക്കറ്റ് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതായിരുന്നു. മെയ് 9 തീയതി മുതൽ ഇപ്പോ ബിറ്റിക്കറ്റ് റെസ്യൂം ചെയ്തിട്ടുണ്ട്. നിലവിൽ നിങ്ങൾക്ക് ബിറ്റിക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ജൂൺ 3 തീയതിയാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുക. 10 മില്യൺ ദിർഹമാണ് വിനിമയ പ്രൈസ്. നാട്ടിലെ 22 കോടി രൂപക്ക് മുകളിലാണ്. അപ്പോ ഒരു മാസക്കാലത്തോളം ബിറ്റിക്കറ്റ് നിലവിൽ അവൈലബിൾ അല്ലായിരുന്നു. അപ്പൊ ആരെങ്കിലും ബിറ്റിക്കറ്റിന്റെ അക്കൗണ്ട് ഇപ്പൊ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് പരിഹാരമുണ്ട്. അതായത് സ്വാഭാവികമായിട്ടും നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് റിക്കവറി ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മൊബൈൽ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിളിലേക്ക് വന്ന് ബിറ്റിക്കറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ബിറ്റിക്കറ്റിന്റെ ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആണ് വരിക. ഇവിടെ നിങ്ങൾക്ക് ബിറ്റിക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. മുകളിൽ കാണുന്ന സൈൻ ഇൻ ഓർ രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ഇമെയിൽ അഡ്രസ് അടിച്ച് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഒരു സെക്യൂരിറ്റി കോഡ് അടിച്ച് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഞാൻ എന്റെ ഇമെയിൽ അഡ്രസ്സും സെക്യൂരിറ്റി കോഡും അടിച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് അടിച്ച് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ഇവിടെ നിങ്ങൾക്ക് ഫോർഗോട്ട് യുവർ പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക. ഇവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ത്രൂ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ് ത്രൂ റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മൊബൈൽ നമ്പർ ത്രൂ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൊബൈൽ നമ്പർ അടിച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ ഇമെയിൽ അഡ്രസ് ത്രൂ ആണ് പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ എന്റെ ഇമെയിൽ അഡ്രസ് അടിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു സെക്യൂരിറ്റി കോഡ് അടിക്കണം. എന്നിട്ട് റീസെറ്റ് പാസ്വേഡിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാൻ എന്റെ ഇമെയിൽ അഡ്രസ് അടിക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ ഡീറ്റെയിൽസ് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം റീസെറ്റ് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും OTP പോയിട്ടുണ്ടാകും, മെയിലിലേക്കും OTP പോയിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള OTP ഇവിടെ അടിച്ച് കൊടുത്തതിന് ശേഷം വാലിഡേറ്റ് യുവർ OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ OTP അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വാലിഡേറ്റ് യുവർ OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ന്യൂ പാസ്വേഡ്, അതുപോലെ കൺഫേം പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് പാസ്വേഡ് റിപ്പീറ്റഡ്ലി അടിച്ച് കൊടുക്കുക. സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ കൊടുക്കുക. 8 ക്യാരക്ടറിൽ കൂടുതലായിരിക്കണം. ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാകണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാകണം, ഒരു നമ്പർ ഉണ്ടാകണം. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ അടിച്ച് കൊടുക്കുക. അപ്പൊ 2 തവണ അടിച്ച് കൊടുക്കേണ്ടതുണ്ട്. സെയിം പാസ്വേഡ് തന്നെ. ഞാൻ അപ്പൊ എന്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാണ്. അപ്പൊ എന്റെ പാസ്വേഡ് സ്ട്രോങ് ആണ്. അതിനുശേഷം ഇവിടെ കാണുന്ന ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇതിന്റെ കൺഫർമേഷൻ നിങ്ങളെ ഇമെയിൽ അഡ്രസ്സിലേക്കും മൊബൈൽ നമ്പറിലേക്കും അയച്ചിട്ടുണ്ട് എന്നാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇമെയിൽ ഓപ്പൺ ആക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മൾ ഇമെയിൽ അഡ്രസ്സിലേക്ക് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അവർ സെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ് തന്നെയാണ്. അത് ത്രൂ നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ ഓർ രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇമെയിൽ അഡ്രസ്സും സെക്യൂരിറ്റി കോഡും അടിച്ച് പാസ്വേഡ് അടിച്ച് കൊടുത്ത്, അതായത് പുതിയതായിട്ട് കൊടുത്തിട്ടുള്ള പാസ്വേഡ് അടിച്ച് കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ബിറ്റിക്കറ്റിന്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഇതേ രീതിയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ഒരു കാര്യം മനസ്സിലാക്കുക, താൽക്കാലികമായിട്ട് ബിറ്റിക്കറ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചത് കൊണ്ട് അക്കൗണ്ട് ഒന്നും ക്യാൻസൽ ആയി പോയിട്ടില്ല. പഴയ അക്കൗണ്ട് തന്നെ ഉപയോഗിച്ചാൽ മതി. അത് ത്രൂ നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ സപ്പോർട്ട് എല്ലാവരും. അടുത്ത വീഡിയോ കാണും വരെ ബൈ.